ഇതിപ്പോൾ മുടങ്ങാത്തതിൻ്റെ ഒരു രഹസ്യം അത് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. ഇത് പല ഉപകരണങ്ങളും പേഷ്യൻസ് തന്നെ വാങ്ങിച്ചു തരികയാണ്. ഇപ്പോൾ രോഗികൾ തന്നെ വാങ്ങിച്ചു തരികയാണ്. രോഗികൾ ഇപ്പോൾ RIRS എന്ന് പറഞ്ഞൊരു ഒരു ഓപ്പറേഷൻ RIRS, അത് നിങ്ങൾ അന്വേഷിച്ചാൽ അറിയാം. നിങ്ങൾ യൂറോളജി വന്നിട്ടുള്ള ഏതെങ്കിലും രോഗികളോട് ചോദിച്ചാൽ പറയാം നിങ്ങൾ എത്ര രൂപയാണ് ഇതിന് ഹോസ്പിറ്റലിൽ അടച്ചതെന്ന് പറഞ്ഞാൽ അവർ ആ എമൗണ്ട് പറഞ്ഞു തരും. ഞാൻ കള്ളം പറയുന്നതാണോ എന്നറിയാൻ വേണ്ടി. അത് അവരുടെ കയ്യിൽ നിന്ന് പിരിച്ച് നമ്മൾ ഉപകരണം ഓരോ ഉപകരണം കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ആ പൈസ അവർ ഷെയർ ചെയ്ത് കമ്പനിക്ക് അടയ്ക്കുകയാണ്. ഇങ്ങനെയാണ് RIRS അറിഞ്ഞാൽ ശസ്ത്രക്രിയ നടന്നു പോകുന്നത്. അത് സർക്കാരിനല്ല, ഞാൻ അധികാരികൾക്ക് ഞാൻ ഈ RIRS അറിഞ്ഞ ഉപകരണം ആവശ്യത്തിന് വാങ്ങിച്ചു തരണമെന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യം അറിയിച്ചിട്ടുള്ളതാണ്. എനിക്ക് മുമ്പിരുന്ന ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുള്ളതാണ്. അതിന്റെ കടലാസുകളൊക്കെ ഉണ്ട്. അതിനൊന്നും ഒരു പ്രാവശ്യം പോലും ഒരു സ്കോപ്പ് പോലും അവർ വാങ്ങിച്ചു തന്നിട്ടില്ല. ഇത് രോഗികൾ തന്നെയാണ് വാങ്ങിച്ചു തരുന്നത്, നമ്മൾ ശസ്ത്രക്രിയ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഓപ്പറേഷൻ മുടങ്ങാതെ പോകുന്നത്. അത് മാത്രമല്ല, ഈ ഉപകരണം മാത്രമല്ല, പല ഈ ആക്സസറീസും നമ്മൾ പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ്. പിന്നെ മാത്രമല്ല, നമ്മൾ മെഡിക്കൽ കമ്പനിക്കാരെ കൊണ്ടും അല്ലാതെയും ഒക്കെ പലരെ കൊണ്ടും ഔദാര്യം, ഇപ്പം UST ഗ്ലോബൽ എന്ന് പറഞ്ഞ സംഘടന, അങ്ങനെ ഒക്കെ ഓരോ അവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മളിങ്ങനെ അപേക്ഷിച്ച് നമ്മൾ റിക്വസ്റ്റ് ചെയ്തും എരന്നും ഒക്കെയാണ് ഉപകരണങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ട് നമ്മൾ ഇത് പലപ്പോഴും ചെയ്ത് തീർക്കുന്നത്. ഇദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ്. അദ്ദേഹം പറയുന്നത് 100% സത്യമാണ് എന്നും നമ്മൾ ഇതിനകം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതാണ് കൊട്ടിക്കൊഴിച്ച കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ നേർക്കാഴ്ച. എന്തുകൊണ്ടാണ് പാവപ്പെട്ടവർ സ്വകാര്യ ആശുപത്രികളിൽ പോവാതെ സർക്കാർ ആശുപത്രികളെ സമീപിക്കുന്നത്? അവർക്ക് അതിനുള്ള പാങ്ങില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ആ പാവപ്പെട്ടവർക്ക് പോലും തങ്ങളുടെ ഓപ്പറേഷനും മറ്റുമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുക, ഇരക്കുക, അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളുടെ മുന്നിൽ പോയി യാചിക്കുക എന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇത് രോഗികൾ മാത്രമല്ല, ഡോക്ടർമാരും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആത്മാഭിമാനമുള്ള ഡോക്ടർമാർ ഇതിനകം എത്ര തവണ അവരുടെ തല കുനിഞ്ഞ് കാണണം. അവസാനം നിവൃത്തി കെട്ടതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇദ്ദേഹത്തിനെ പോലെ നിരവധി ഡോക്ടർമാരുണ്ട്, 1 രൂപ പോലും കൈക്കൂലി വാങ്ങാതെ, അല്ലെങ്കിൽ ഒരു സ്വകാര്യ പ്രാക്ടീസ് പോലും നടത്തി അങ്ങനെ ഒരു അധികം വരുമാനം പോലും ഉണ്ടാക്കാതെ സത്യസന്ധരായിട്ട് ജീവിക്കുന്ന നിരവധി ഡോക്ടർമാർ നമുക്ക് ചുറ്റുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. എന്നാൽ സത്യസന്ധരായിട്ടുള്ളവർക്ക് മാത്രമേ ഇതുപോലെ കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു പറയാൻ പറ്റൂ. ഇദ്ദേഹത്തിൻ്റെ നാളത്തെ വിധി എന്താവുമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം നോവിച്ചിരിക്കുന്നത് CPM പോലെ ഒരു പാർട്ടിയെയും പിണറായി പോലുള്ള ഒരു ഭരണാധികാരിയെയും വീണ ജോർജ് പോലുള്ള ഒരു ആരോഗ്യമന്ത്രിയൊക്കെയാണ്. അതിനാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ നടപടികളും മറ്റുമൊക്കെ ഉണ്ടാകും. അത് പക്ഷേ ഈ ജനങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് വലിയ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇതൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം ഒരുപക്ഷെ നമ്മളാരും പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അവർ പ്രതികാരം ചെയ്യുക, പകരം വീട്ടുക എന്ന് മാത്രം. പക്ഷേ അവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാലം ഒന്നിനും മറുപടി കൊടുക്കാതെ കടന്നു പോയിട്ടില്ല. ഒരിക്കൽ AKG സെൻറ്റർ അടക്കം മൂക്കുകുത്തി വീഴുക തന്നെ ചെയ്യും. ഇങ്ങനെയാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ